സ്തോത്രം. നമുക്ക് ദൈവസേനയിൽ ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് നൽകിയ ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നിശ്ചിതമായ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. നാം റോമലേഖനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ യുക്തിഭദ്രമായ വിശദീകരണമാണ് റോമാലേഖനത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് ഈ ലേഖനത്തിൻ്റെ പഠനം വളരെ പ്രാധാന്യത്തെ അർഹിക്കുന്നതാണ്. തുടർമാനമായി കേൾക്കുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇടയ്ക്ക് മുടങ്ങിയാൽ അത് അല്പം ദുഷ്കരമായിരിക്കും. നിങ്ങൾ സന്തോഷത്തോടുകൂടെ ദൈവവചനം കേൾക്കുവാനായിട്ട് കടന്നു വരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ആ വിഭജനത്തിൻ്റെ ഏത് ഭാഗത്താണ്? യഹൂദന്മാർ പാപികളാണ്. അത് രണ്ടാമത്തെ പ്രധാന ശീർഷകത്തിന്റെ മെയിൻ ഹെഡിങ്ങിന്റെ രണ്ടാമത്തെ ഉപശീർഷകമാണ് യഹൂദന്മാർ പാപികളാണ്. അപ്പൊ രണ്ടാമത്തെ പ്രധാന ശീർഷകം എന്താണ്? നമ്മൾ പഠിച്ചു പോകുമ്പോൾ തന്നെ ആ ഔട്ട്ലൈൻ നമ്മുടെ മനസ്സിലിങ്ങനെ സെറ്റ് ആവണം. എങ്കിലേ ആ വിഷയം ഔട്ട്ലൈൻ എന്ന് പറയാമോ? ആദ്യത്തെ പ്രധാന ശീർഷകം എന്താ? മുഖപുരയിലെ ആദ്യ ഭാഗം വന്ദനം, രണ്ടാമത്തേത് ലേഖനത്തിന്റെ കാരണം. അത് 1 മുതൽ 17 ഒന്ന് നോക്കിക്കോ, 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 3-ാം അധ്യായത്തിന്റെ 20 വരെയുള്ള വാക്യങ്ങളാണ് എന്താണ്? നീതീകരണത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ അനിവാര്യത. എന്തുകൊണ്ട് നീതീകരണം ആവശ്യമാണ്? അത് 17-ാം വാക്യം അവിടെ പറഞ്ഞു. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസത്തിനായിക്കൊണ്ട് വിശ്വാസഹേതുവായി വെളിപ്പെടുന്നു. അപ്പോൾ അവിടെ ആ നീതിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആ നീതി എന്തുകൊണ്ടാണ്, ദൈവത്തിന്റെ നീതി എന്തുകൊണ്ടാണ് ആവശ്യം, അതാണ് അടുത്ത പോർഷനില്. 1-18 മുതൽ 3-20 വരെ എന്താണ് ഹെഡിങ്? നീതീകരണത്തിന്റെ അനിവാര്യത അല്ലെങ്കിൽ ആവശ്യം. എന്തുകൊണ്ട് നീതീകരണം ആവശ്യമാണ്? എന്തുകൊണ്ട് ആവശ്യമാണ്? 1 പറഞ്ഞാട്ടെ. ചോദിക്കുമെന്ന് വിചാരിച്ചില്ല. ജാതികൾ പാപികളാണ്. 1-ാം അധ്യായത്തിലെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ ചർച്ച, യഹൂദന്മാർ പാപികളാണ്. യഹൂദന്മാർ പാപികളാണ് എന്ന് തെളിയിക്കാനായിട്ട് അപ്പോസ്തലൻ നിരത്തുന്ന 4 വാദങ്ങൾ, 4 തെളിവുകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ തെളിവ് എന്തായിരുന്നു? ഒന്നാമത്തെ തെളിവ് ആദ്യവർക്ക് കൊടുക്കാം അവസരം. സഹോദരിമാർക്ക് പറയാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. പറഞ്ഞേട്ടെ, എന്താണ് തെളിവ്? വായിച്ചോ? രണ്ടാമത്തെ വായിക്കണ്ടേ? വായിക്കണം. ഒരു 2-3 ആവർത്തി നമ്മൾ ഇപ്പം ഇന്ന് ഈ ആഴ്ച ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരു 2-3 ആവർത്തി വായിക്കണം. അടുത്ത പോർഷൻ, അടുത്ത ആഴ്ച ചിന്തിക്കാൻ പോകുന്ന ഭാഗവും ഒരു 2-3 ആവർത്തി വായിക്കണം. എങ്കിലേ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ച പേപ്പറിലേ ഉണ്ടാവുകയുള്ളൂ, മനസ്സിലത് ഓർമ്മയിലുണ്ടാകുകയില്ല. സ്തോത്രം. പറയാമോ? സഹോദരന്മാർക്ക് പറയാം. യഹൂദന്മാർ പാപികളാണെന്ന് സ്ഥാപിക്കാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് നിരത്തിയ ഒന്നാമത്തെ വാദം. ബാക്കിൽ പറയാട്ടോ, എനിക്ക് കേട്ടു. എന്നെ കേൾപ്പിക്കാനാണെങ്കിൽ മുന്നോട്ട് വരാം. ഇവിടെ എന്റെ കസേരകളുണ്ട്. പറഞ്ഞിട്ടേ മുന്നോട്ട് പോകുള്ളൂ. ഇത് സത്യാനുസരണമാണ്. ആര്? യഹൂദന്മാർ. ആരെ വിധിക്കുന്നു?
യഹൂദന്മാർ ആരെ വിധിക്കുന്നു? ജാതികളെ വിധിക്കുന്നു. അതുകൊണ്ട് അവരെങ്ങനെ പാപിയാവുന്നു? അത് തന്നെ അവർ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ഏത് കാരണം ചൊല്ലിയാണോ ജാതികൾ പാപികളാണെന്നും ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് അർഹരാണെന്നും യഹൂദന്മാർ വിധിക്കുന്നത്, അതേ കാര്യം അവർ ചെയ്യുന്നതിനാൽ അവർ ആരാണ്? അവർ പാപികളാണ്, ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് തെളിയിക്കുന്നു. കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടുമോ? ഇങ്ങനെ പറയണ്ടേ? അങ്ങനെ പറയണം. ഓക്കെ. നിങ്ങളും അങ്ങനെ ഇത് ഈ വചനം പഠിക്കുന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്താ? ഒന്നാമത്തെ ഉദ്ദേശം എന്താ? നമുക്ക് പ്രയോജനപ്പെടണം, നമുക്ക് മനസ്സിലാകണം, നമ്മൾ ലോകത്തിന്റെ തിന്മകളെ അതിജീവിച്ച് ജീവിക്കാനായിട്ടുള്ള ആത്മീക ശക്തി അതിൽ കൂടെ പ്രാപിക്കണം. രണ്ട്, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്തുണ്ടാവണം? നാളെ ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ലോജിക്കലായിട്ട് ഒരു അവതരണം നമ്മുടെ വിശ്വാസത്തിന്റെ. അതിനെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? രണ്ടാമത്തെ അപ്പോസ്തലൻ പറയുന്ന കാര്യം എന്താണ്? യഹൂദന്മാരുടെ ചിന്തയാണ് എന്ത്? അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവികമായ ധാരാളം നന്മകൾ, അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചതുകൊണ്ട് അവരാരല്ല? പാപികളല്ല എന്നൊരു ചിന്ത അവർക്ക് ഉണ്ട്. ആ ചിന്ത, അവരുടെ ധാരണ മാറ്റുന്നതാണ് 4 മുതൽ നേരത്തെ പറഞ്ഞ പോർഷൻ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അന്യനെ വിധിക്കുന്നതിനാൽ അവർ വിധിക്കപ്പെടുവാൻ യോഗ്യരാണ് എന്ന് പറയുന്നു. 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒരിക്കലും, ദൈവിക നന്മകൾ ഒരിക്കലും തങ്ങൾ പാപികളല്ല എന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. മറിച്ച് ദൈവം എല്ലാവർക്കും എന്ത് കൊടുക്കുന്നു? അതിലെ ആ പോർഷനിലെ പ്രധാനപ്പെട്ട വാക്യമാണ് ഏതാ? 11ാമത്തെ വാക്യം. ദൈവത്തിന്റെ പക്കൽ 9ഉം 10ഉം വാക്യങ്ങളും, എല്ലാ വാക്യം പ്രധാനപ്പെട്ട 9, 10 വാക്യം എന്ന് പറഞ്ഞ് ഒന്ന് വായിക്കാൻ വായിച്ചേ. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആഗ്രഹിക്കുന്നതിനും പിന്നെ കേവലനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ കേവലനും വരും. തിന്മ പ്രവർത്തിക്കുന്നത് യഹൂദനാണെങ്കിൽ അവനെന്ത് വരും? കഷ്ടവും സങ്കടവും. തിന്മ പ്രവർത്തിക്കുന്നത് ജാതീയനാണെങ്കിൽ, വിജാതീയനാണെങ്കിൽ അവനെന്ത് വരും? കഷ്ടവും സങ്കടവും വരും. നന്മ പ്രവർത്തിക്കുന്ന യഹൂദനാണെങ്കിൽ അവന് മാനവും മഹത്വവും സമാധാനം കിട്ടും. അത് വിജാതീയനാണെങ്കിലും അവനും കിട്ടും. ദൈവത്തിന്റെ പക്കൽ പാപിയാണോ എന്നുള്ളതിന് ഉള്ള തെളിവല്ല, അല്ലെങ്കിൽ പാപിയല്ല എന്നുള്ളതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല ദൈവം നൽകിയ നന്മകൾ. പലപ്പോഴും വിശ്വാസികൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പലപ്പോഴും, അല്ലേ? കാശ് കൂടുതലുണ്ടായതുകൊണ്ടോ, സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിച്ചതുകൊണ്ടോ, കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ, കൂടുതൽ സൗന്ദര്യം ഉണ്ടായതുകൊണ്ടോ ഒന്നും പാപിയല്ല, അല്ലെങ്കിൽ നല്ലവനാണെന്നുള്ളതിന്റെ ദൈവം ഇതൊക്കെ കൊടുത്ത് ഞാൻ നല്ലവനായതുകൊണ്ട് തന്നതാണ് എന്നാണോ? അല്ല. അവിടെ പറഞ്ഞിട്ടുണ്ട് 4ാമത്തെ വാക്യം നോക്കി. 4 അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം കണ്ടോ? ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ നന്മ നിന്നെ എന്തിലേക്ക് നടത്തണം? മാനസാന്തരത്തിലേക്ക് നടത്തണം. എനിക്ക് തോന്നുന്നു ലൂക്കോസ് 11ാം അധ്യായത്തിൽ ഒരു കൂട്ടം ആളുകൾ ഓടി വന്ന് കർത്താവിനോട് പറഞ്ഞു, എന്താണ്? അല്ല, അവിടെ ലൂക്കോസ് 13:1. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും. അവനങ്ങനെ വേണം. അവനാരാ?
എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഇന്നിങ്ങനെ ചിന്തിക്കായിരുന്നു, നമ്മൾ ഓരോ നാളും കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയും, അതായത് വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെ അടുക്കും തോറും നമ്മുടെ കുഴപ്പങ്ങളാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, വെളിപ്പെട്ട് വരുന്നത്. വെളിച്ചത്തിലേക്ക് അടുക്കും തോറും അപ്പോൾ നമുക്ക് എളുപ്പമാണ് മറ്റൊരാളെ വിധിക്കാനായിട്ട്. അപ്പോ അതാണ് അവിടെ പറയുന്നത്, നന്മ ലഭിക്കും തോറും കൂടുതൽ കൂടുതൽ എന്ത് വേണം, മാനസാന്തരം ഉണ്ടാകണമെന്നാണ് 4-ാം വാക്യം പറയുന്നത്. അല്ലാതെ ഞാൻ നന്മ, ദൈവം എനിക്ക് നന്മ തന്നുകൊണ്ട് ഞാൻ നല്ലവനാണ് എന്നല്ല, ഞാൻ നല്ലവനായതുകൊണ്ടാണ് എനിക്ക് നന്മ തന്നത് എന്ന് ചിന്തിക്കരുത് എന്നാണ് ആ പോർഷൻ പറയുന്നത്. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല, യഹൂദനും പാപിയാണ്. 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. യഹൂദന്മാരുടെ മറ്റൊരു ചിന്തയാണ്, ഞങ്ങൾക്ക് എന്തുണ്ട്, ന്യായപ്രമാണമുണ്ട്. ലോകത്തിലെ മറ്റു മതസ്ഥർക്ക് എന്തില്ല, അങ്ങനെയുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്നുമില്ല, ഒരു പ്രമാണമില്ല. ഞങ്ങൾക്ക് എന്തുണ്ട്, മോശ മുഖാന്തരം ഞങ്ങൾക്ക് എന്ത് കിട്ടി, ന്യായപ്രമാണം ലഭിച്ചു. നമ്മൾ കലാപിലായിട്ട് വായിക്കുന്നുണ്ട്, അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിലേൽപ്പിച്ചതാണ്. സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. സ്തെഫാനോസിന്റെ പ്രസംഗം എവിടെയാ? അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം. അവിടെ പറയുന്നുണ്ട് 53-ാമത്തെ വാക്യത്തിൽ, അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകന്മാരുമായി തീർന്നു, നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും പ്രമാണിച്ചില്ല. അപ്പോ ദൈവദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥനായ മോശ വഴി അവർക്ക് എന്ത് കിട്ടി, ന്യായപ്രമാണം കിട്ടി. പിന്നീട് പ്രവാചകന്മാരും മറ്റ് ആളുകൾ മുഖാന്തരം അവർക്ക് സങ്കീർത്തന പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പൊ ഈ ന്യായപ്രമാണം ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥമുള്ള ഒരു ജനത എന്ന നിലയിൽ അവർ വളരെയധികം അഭിമാനം കൊണ്ടിരുന്നു. അപ്പോ ന്യായപ്രമാണം കയ്യിലുണ്ട് എന്നുള്ളത് പാപിയല്ല എന്നുള്ളതിനുള്ള തെളിവല്ല. 12 മുതൽ വായിക്കാം. 12 മുതൽ. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിക്കുന്നു. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെട്ടു. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല, ദൈവസന്നിധിയിൽ നീതിമാന്മാർ. ന്യായപ്രമാണം ആചരിക്കുന്നവരൊക്കെ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്തവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകും. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്യുന്നുണ്ട്. അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കും. യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ അതെല്ലാം ഉണ്ട്. അവരൊറ്റ വാക്യമാണ് ഈ ഒരു പോർഷന്റെ സംക്ഷിപ്തം എന്ന് പറയും. 12-ാമത്തെ വാക്യം നോക്കി 12-ാം വാക്യം. ഞാൻ വായിച്ചു. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചുപോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. എന്താർത്ഥം? അതിന്റെ വ്യംഗ്യം എന്താ? എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? ലേഖനകർത്താവ് മനസ്സിൽ എന്താ കണ്ടിരിക്കുന്നത്? അതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞേ നോക്കട്ടെ സഹോദരിമാർ. 12-ാം വാക്യത്തിലൂടെ ലേഖനകർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ചേർത്ത് ചിന്തിച്ച്. നമ്മുടെ സബ്ജക്റ്റ് എന്താ? ന്യായപ്രമാണത്തിന്റെ അനിവാര്യത. യഹൂദൻ പാപിയാണ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി. യഹൂദൻ ചിന്തിക്കുന്ന എന്താ? ഞങ്ങൾക്ക് എന്തുണ്ട്? ന്യായപ്രമാണമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ജാതികളെക്കാൾ മെച്ചപ്പെട്ടവരാണ്, ബെറ്ററാണ്, അല്ലെങ്കിൽ അവരെക്കാൾ ഞങ്ങൾ നല്ലവരാണ്. അങ്ങനെ പറയാൻ കഴിയുമോ? ആ 12-ാം വാക്യം പറയുന്ന അങ്ങനെ പറയാൻ കഴിയില്ല. ന്യായപ്രമാണം ഉള്ളവൻ എന്ത് ചെയ്യും? ന്യായപ്രമാണം കൊണ്ട് വിധിക്കും, ന്യായം വിധിക്കും. ന്യായപ്രമാണം കൂടാതെ പാപം ചെയ്തവരെ, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരെ ന്യായപ്രമാണം ഇല്ലാതെ വിധിക്കും.
ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരെ ന്യായപ്രമാണം കൊണ്ട് വിധിക്കും. അപ്പൊ രണ്ടു കൂട്ടുകാരാ ഭാവികളാ. ന്യായപ്രമാണം ഉണ്ടായിട്ട്, ഉദാഹരണം പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ആളുടെ കയ്യില് ബൈബിളില്ല, നമ്മളെ വെച്ച് നമ്മളൊന്ന് ഈ വചനം നോക്കുക. തൊട്ട അയൽപക്കത്തെ ആള് വചനം പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല. അദ്ദേഹം നുണ പറയുന്നു. അപ്പൊ എന്താ പാപമാണ്. നമ്മൾ ചെറുപ്പം മുതലേ വചനം എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു, പഠിക്കുന്നു. നമ്മുടെ വീട്ടില് ഷെൽഫില് അല്ലെങ്കിൽ മേശയുടെ പുറത്ത് ബൈബിൾ എപ്പോഴും വെച്ചിട്ടുണ്ട്. രാവിലെ വൈകുന്നേരം ബൈബിൾ വായിക്കുന്നു. നമ്മൾ എന്ത് പറയുന്നു? നുണ പറയുന്നു. അദ്ദേഹത്തെ എങ്ങനെ ശിക്ഷിക്കും? അയൽപക്കക്കാരനെ ദൈവം എങ്ങനെ ശിക്ഷിക്കും? ബൈബിൾ വെച്ചാണോ? ബൈബിൾ കൂടാതെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. നമ്മളെ ബൈബിൾ വെച്ച് ശിക്ഷിക്കും. അതാ. അപ്പൊ യഹൂദന് ന്യായപ്രമാണം ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സവിശേഷതയും ഇല്ല. ഏത് കാര്യത്തിൽ? പാപത്തിന്റെ വിഷയത്തിൽ. പാപം എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ യഹൂദനും യവനും അല്ലെങ്കിൽ വിജാതീയനും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ന്യായപ്രമാണം ഉണ്ടായിട്ട് ന്യായപ്രമാണം കൂടാതെ പാപം ചെയ്തവരെ ന്യായപ്രമാണം കൂടാതെ ന്യായം വിധിക്കുക, അല്ലെങ്കിൽ അവര് നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർക്ക് ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. 13-ാം വാക്യം. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ഈ വരുന്ന പോർഷനിൽ ഇത് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ കുലം ചെയ്യരുത്, ന്യായപ്രമാണത്തിലെ ഒരു പ്രമാണമാണ്. എന്ത്? കുലം ചെയ്യരുത്. അപ്പൊ ഈ ന്യായപ്രമാണത്തിലുള്ള ഈ പ്രമാണം ന്യായപ്രമാണം കിട്ടാത്ത, ന്യായപ്രമാണമില്ലാത്ത, പുസ്തകമില്ലാത്ത ഒരു വിജാതീയൻ എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നു. അവന്റെ മനസ്സാക്ഷി. ഈ ന്യായപ്രമാണത്തിലെ വ്യവസ്ഥകളൊക്കെ എവിടെ കൊടുത്തിട്ടുണ്ട് ദൈവം? മനസാക്ഷിയിൽ. അടുത്ത വാക്യത്തിലില്ലേ? 15-ലില്ലേ? അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയും ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി. ദൈവത്തിന് മനുഷ്യനെ വിധിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നേരത്തെ നമ്മൾ കണ്ടതാണ്. ദൈവം സൃഷ്ടിയിലൂടെ തന്നെ ചെയ്തു വെളിപ്പെടുത്തി, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് അവരുടെ ബുദ്ധിക്ക് തെളിവായി ചെയ്തിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. മനസാക്ഷിയിൽ ദൈവം എഴുതി വെച്ചിരിക്കുക, കോരി വെച്ചിരിക്കുക. കല്ലിൽ കൊത്തിയ പ്രമാണം യഹൂദന് കൊടുത്തതുപോലെ സർവമാനവരുടെയും മനസാക്ഷി ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ന്യായപ്രമാണം ഒരുത്തിന്റെ ചെകിടത്ത് അടിക്കുമ്പോൾ നീ ചെയ്ത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ഒരു മനോബോധം അവന്റെ ഉള്ളിൽ ദൈവം കൊടുക്കുന്നുണ്ട്. കല്ലിനെ നമസ്കരിക്കുമ്പോൾ ദൈവം അവന്റെ ഉള്ളിൽ മനോബോധം കൊടുക്കുന്നുണ്ട്. ഇതല്ല ദൈവം, നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടെന്നുള്ള അത് മനസാക്ഷിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മനസാക്ഷിയിലുള്ള തത്വം അനുസരിച്ച് ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യായപ്രമാണം ഉണ്ട്. ഇനി ഈ കല്ലിൽ കൊത്തിയ പ്രമാണം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങൾ ഒരുവൻ ചെയ്യാതിരിക്കുമ്പോൾ അവനെന്തില്ല? അവൻ ന്യായപ്രമാണം ഇല്ല. അവൻ ന്യായപ്രമാണം ലംഘിയായിത്തീരുന്നു. മുന്നോട്ട് പോകാം. അതിന്റെ 17-ാമത്തെ വാക്യം. നീയോ യഹൂദനെന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ അവന്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചത് കൊണ്ട്. അപ്പോൾ യഹൂദന് ന്യായപ്രമാണം ലഭിച്ചതുകൊണ്ട് എന്തെല്ലാം പ്രയോജനം ഉണ്ടായി? 18-ാം വാക്യത്തിൽ ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുക. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് എന്തുണ്ടായി? അവന്റെ ഇഷ്ടം. ന്യായപ്രമാണം കൊണ്ട് ഉള്ള ഗുണം എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ എന്ത് ചെയ്യണം? വചനം പഠിക്കണം. വചനം പഠിക്കാതെ എങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നത്? വചനം വായിക്കണം, പഠിക്കണം, കേൾക്കണം, മനസ്സിലാക്കണം. ഓക്കെ. ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞു. പിന്നെ
ഭേദാഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റും ശരിയും മനസ്സിലാക്കുക. ഭേദാഭേദങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്രൂവ് വാട്ട് ഈസ് മോർ എക്സലന്റ്, ഏറ്റവും നല്ലത് എന്താണെന്ന് മനസ്സിലാക്കുക. അത് ഏതിലൂടെ മനസ്സിലാക്കാൻ പറ്റും? ന്യായപ്രമാണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ അറിഞ്ഞു. പിന്നെ ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ലഭിച്ചു. ദൈവികമായ ജ്ഞാനം, ദൈവികമായ സത്യങ്ങളെ കുറിച്ചുള്ള വെളിച്ചം ലഭിച്ചു. അങ്ങനെ ലഭിച്ചതുകൊണ്ട് നീ ആരായി മാറി? കുരുടർക്ക്. ഇവിടെ കുരുടനെന്ന് ഉദ്ദേശിക്കുന്ന ആരായിരിക്കാം? അപ്പോ നീ ആരാ? 17-ാം വാക്യത്തിൽ നീ ആരാ? നീയോ യഹൂദൻ അല്ലെ? അപ്പൊ നിനക്ക് ഇതൊക്കെ ലഭിച്ചു, നിനക്ക് വെളിച്ചം കിട്ടി, നിനക്ക് ഭേദാഭേദങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, സത്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും വകതിരിവ് നിനക്ക് കിട്ടി. അപ്പോൾ നീ മറ്റുള്ളവരെ ആരെ? കുരുടർക്ക് വഴികാട്ടി. അപ്പൊ കുരുട ആരാ? ജാതികൾ. ജാതികൾക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുവരിക്കുന്നെങ്കിൽ ഹേ അന്യനെ, ഇവിടെ ഹേ ഉപദേശിക്കുന്നവൻ ആരാ? യഹൂദൻ. അന്യനാരാ? ജാതികൾ. ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത്. മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നു. വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ വിഗ്രഹം മോഷ്ടിക്കല്ല, പിന്നെ ക്ഷേത്രം അങ്ങനെ തന്നെ കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവരെ ന്യായപ്രമാണം കിട്ടി അവർ ചെന്ന് പറയുക വിഗ്രഹങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. 10 കൽപ്പന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ 10 കൽപ്പനയിൽ എത്രാമത്തെ കൽപ്പന? വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, ആരാധിക്കരുത്. എത്രയാ? 2. നമുക്കത് 10 കൽപ്പനയൊന്നുമില്ല, അത് അവർക്കാണ്. അങ്ങനെയല്ല, 10 കൽപ്പനയിൽ 2ാമത്തെ കൽപ്പനയാണത്. ഒന്ന് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ എന്നെ ദൈവം നിനക്ക് 2 പറഞ്ഞു. ഒരു വിഗ്രഹവും നിനക്കായൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. നിനക്കായൊരു വിഗ്രഹം എന്ന് പറയുന്നതിന് ഒരു വ്യംഗ്യമുണ്ട്, അതൊന്ന് പറഞ്ഞു. അതായത് നിനക്ക് ആരാധിക്കാനായിട്ട് ഒരു രൂപവും ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അത് ഈ സാധാരണ ഈ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഈ മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൽ പറയുന്ന ഒരു കാര്യം, അവിടെ രൂപം ഉണ്ടായിരുന്നല്ലോ. എവിടെ? യെരുശലേം ദേവാലയത്തിൽ ഒരു രൂപം ഉണ്ടായിരുന്നല്ലോ. കാളയുടെ മുകളിലായിരുന്നത്, താമ്രത്തൊട്ടി ഉണ്ടാക്കിയത്. പിന്നെ അതിവിശുദ്ധ സ്ഥലത്ത് എന്തുണ്ട്? കെരൂബുകള്, തങ്കത്തിൽ അടിച്ചു തീർത്ത കെരൂബുകളുടെ രൂപം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ രൂപം ഉണ്ടാക്കാലോ. അതാണ് ഞങ്ങൾ സ്വരൂപ വണക്കം ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത്, നിനക്കായൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. അത് ആരാധിക്കാനായിട്ട് ഒന്നിന്റെയും രൂപം. അത് ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലുണ്ട്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടി വെള്ളത്തിലുള്ള യാതൊന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കുകയോ അതിന്റെ മുമ്പിൽ നമസ്കരിക്കുകയോ ചെയ്യരുത്. ആവർത്തന 5-ൽ പറയുന്നത്, മോശെ ഹോരേബിൽ നിന്ന് ദൈവം ഹോരേബ് പർവ്വതത്തിൽ വെച്ച് നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഒരു രൂപവും കണ്ടില്ലല്ലോ. ഒരു രൂപവും കണ്ടില്ലല്ലോ. എന്നിട്ട് പറയുന്നത്, ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പം ആരാധിക്കാനായിട്ടുണ്ടാക്കരുത്. അതാണ് 2ാമത്തെ കൽപ്പന. 3-ാമത്തെ കൽപ്പനയാണ് കർത്താവിന്റെ നാമവൃത ഉപയോഗിക്കുക. 4-ാമത്തെ കൽപ്പനയാണെന്ന് ശബ്ബത്ത് നാളിനെ വിശദീകരിക്കുക. ഈ 4 കൽപ്പന ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ബാക്കി 6 മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തേത് ആത്മീയവും, 2ാമത്തേത് 6
ധാർമ്മികവുമാണ്, മോറലാണ്. ഫസ്റ്റ് വൺ ഈസ് സ്പിരിച്വൽ ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് മോറൽ, ധാർമ്മികമാണ്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. അതില് ആദ്യത്തെ അപ്പനെ അമ്മയെയും ബഹുമാനിക്കാം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്. ആരാണ്? അപ്പൊ ഇത് യഹൂദൻ ഇത് പ്രസംഗിക്കുക. എന്ത്? ലോകത്തിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം അരൂപിയാണ്, ആ ദൈവം സർവശക്തനും സൃഷ്ടാവുമാണ്. ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ കവലയിലെ എന്ന് പ്രസംഗിക്കുക. നെല്ലിക്കുന്ന് കവലയില്, പട്ടിക്കാട് സെന്ററില്, വലക്കാവില്, താടിക്കുണ്ടില് ഒക്കെ നമ്മളിന്നത് പ്രസംഗിക്കുക. നമ്മളാ യഹൂദൻ വിചാരിച്ചോ? നമ്മളാണ് കൂട്ട് ഇത് നമ്മൾ പ്രസംഗിക്കുക. വിഗ്രഹം ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, പിന്നെയും കൽപ്പനകളുണ്ട് കേട്ടോ. നമ്മൾ ഉറക്കെ പറയുക. എന്ത്? വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുവകൾ മോഹിക്കരുത്. കത്തോലിക്കർ ചെയ്ത ഒരു സൂത്രപ്പണിയുണ്ട്. എന്താ അറിയാമോ? ഈ രണ്ടാമത്തെ കൽപ്പന എന്ത് ചെയ്തു? ചേട്ടനറിയാം, ചേട്ടൻ ചിരിക്കുന്നുണ്ട്. ആ രണ്ടാമത്തെ കൽപ്പന എന്ത് ചെയ്തു? അങ്ങ് കളഞ്ഞിട്ട് ഒടുവിലത്തെ കൽപ്പന മോഹിക്കരുത് എന്നുള്ളതിനെന്താക്കി? രണ്ടാക്കി. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കളെ മോഹിക്കരുത്. എന്തുവാകട്ടെ? പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ജനങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അതായത് വിഗ്രഹാരാധന തെറ്റാണെന്ന് അറിയാവുന്നതുകൊണ്ട് അതിനെ ഒഴിവാക്കിയതാണ്. ഈ നിലക്കായ വിഗ്രഹം ഉണ്ടാക്കരുതെന്നുള്ള ഭാഗം ഒഴിവാക്കിയതാണ്. പുസ്തകത്തിൽ നിന്ന് കളയാൻ പറ്റുമല്ലോ. കാറ്റിസം പുസ്തകത്തിൽ നിന്ന് മാറ്റാൻ പറ്റും, തമ്പുരാന്റെ പുസ്തകത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ കവലയിൽ നിന്ന് ഇതൊക്കെ പ്രസംഗിക്കുക യഹൂദൻ. എന്നിട്ട് എന്താ ചെയ്യാൻ? എന്നിട്ട് ഇത് തന്നെ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ക്ഷേത്രം കവർച്ച ചെയ്യുന്നു. മൊത്തം അത് യഹൂദൻ ചെയ്ത്. കർത്താവ് എന്തിനാ ചാട്ടവാറെടുത്ത്? കർത്താവ് എന്താ ആരോപിച്ച്? ചാട്ടവാറെടുത്ത് അടിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു, നിങ്ങളോ അതിനെ വാണിഭശാല ആക്കിയിരിക്കുന്നു. അപ്പൊ ഇവര് മൊത്തമായിട്ട് എന്ത് ചെയ്യാം? കവർച്ച ചെയ്യാണ്, മുഴുവനായിട്ട് കവർച്ച ചെയ്യാണ്. കുല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവർ കുല ചെയ്യുന്നു, വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുകയാണ്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞാലേ ഇനി ക്ലാസ് മുന്നോട്ട് പോകണ്ടേ, അത് കുറച്ച് കഴിഞ്ഞത് പറയാം. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോ നീ അന്യനെ ഉപദേശിക്കുന്നവനാണ്, നീ നിന്നെ തന്നെ ഉപദേശിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും അവിടെ പറഞ്ഞ 23 ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ. നമ്മൾ പറയുന്ന കാര്യം എന്താ? നമ്മളെന്താ പറയുന്നത്? നമ്മൾ ബ്രദറുകാര് എന്താ പറയുന്നത്? പുസ്തകത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഞങ്ങളാണ് ഇതുപോലെ കൃത്യമായിട്ട് അതിവിടെ വാ, ഇങ്ങോട്ട് വാ, വചനം പഠിക്കുമെങ്കിൽ ഇവിടെ വാ, ഞങ്ങളാണ്. അതാണ് ഇവര് പറയുന്നത്. 23 ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന, ന്യായപ്രമാണമല്ലാതെ ഒരു പരിപാടി നമുക്ക് ഇല്ല. അത് നമ്മൾ തന്നെയല്ലേ പറയുന്നത്. വേദപുസ്തകത്തിലെ വചനങ്ങൾ വള്ളി പുള്ളി മാറാതെ കൃത്യമായിട്ട് എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ അങ്ങനെ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു. ഈ പുസ്തകമില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇപ്പൊ ചെയ്തൊക്കെ ചെയ്തോ, ഒരു പ്രശ്നവും, ദൈവത്തിന് ഒരു അപമാനവും ഇല്ല. ദൈവത്തിന്റെ വചനത്തെ കയ്യിലെന്തിയിട്ട് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു? യഥാർത്ഥത്തിൽ ഒരു വാക്യമുണ്ട്, എനിക്ക് തോന്നുന്നു 3:16 തോന്നുന്നു. അവിടെ പറയുന്നത്, അതോ 1:16, അവിടെ ഇങ്ങനെ പറയുന്നത്, ദൈവത്തെ അറിയുന്നു എന്ന് അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും, അതെ 1:16 പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. കവലയിൽ നിന്ന് നമ്മൾ പ്രസംഗിക്കുക, ദൈവം ഉണ്ട് കേട്ടോ, ന്യായം വിധിക്കുന്ന ഒരു ദൈവം കൊണ്ട് കേട്ടോ,
നിന്റെ ദൈവം ന്യായം വിധിക്കും, പാപത്തെ ന്യായം വിധിക്കും എന്ന് പറയാം. പക്ഷെ നമ്മൾ ഇപ്പുറം മാറിയിട്ട് എന്തൊക്കെയാണ് കുറ്റമായിട്ട് അവരെ കുറിച്ച് പറഞ്ഞത് അത് തന്നെ നമ്മൾ ചെയ്യുന്നതിനാൽ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു? യോഹന്നാനിലെ ആയിട്ട് പറയുന്നുണ്ട്, ദൈവത്തെ അസത്യവാദി ആക്കുന്നു. ദൈവത്തെ എന്ത് ചെയ്യുന്നു? അസത്യവാദിയാക്കുന്നു, ദൈവത്തെ നിഷേധിക്കുന്നു. 24-ാമത്തെ വാക്യം, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ, ജാതികൾ വാദികളാണ്, പക്ഷെ സ്വയം നല്ലവരാണെന്ന് ചിന്തിക്കുന്ന നിങ്ങൾ ജാതികൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു? ദുഷിക്കുന്നു. ജാതികളുടെ ഇടയിൽ ദുഷിക്കുന്നു. തെറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ പണി ചെയ്താൽ എന്ത് ചെയ്താൽ ഇതെന്ത് ചെയ്യാം? നമ്മുടെ ഒരു പ്രശ്നമാണ് വെച്ചാൽ എല്ലാ ഏടാകൂടം ചെയ്യും, എവിടെ വരുമോ വേണം, സഭയിൽ വരുവും വേണം. ഭാര്യ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കുകയും വേണം, ആരാധിക്കുകയും. എടാ നീ ഇത് വിട്ടോ, എന്നിട്ട് നിന്റെ ഇഷ്ടത്തിന് അല്ലെ വിളിച്ചോളൂ. അപ്പോ അതാണ് പറയുന്നത്, നീ എന്ത് ചെയ്യുന്നു? ദൈവത്തെ അപമാനിക്കുന്നു. 4-ാമത്തെ ഭാഗം 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. 4-ാമത്തെ കാരണം അപ്പോസ്തലൻ പറയുന്നു, 4-ാമത്തെ കാരണം പരിച്ഛേദനയാണ്. പരിച്ഛേദന യഹൂദന്റെ ഒരു പ്രശംസ, അല്ലെങ്കിൽ അവർ നല്ലവരാണ് എന്ന് കാണിക്കാനായിട്ട് അവര് എടുക്കുന്ന ഒരു ഉപാധിയാണ് ഈ ന്യായപ്രമാണം പോലെ. ഞങ്ങൾക്ക് ന്യായപ്രമാണം ഉണ്ടെന്ന് അഭിമാനത്തോടെ പറയുന്നത് പോലെ പറയുന്ന ഒരു കാര്യമാണെന്ത്? പരിച്ഛേദന. നമുക്ക് 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 25 മുതൽ. ഈ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനപ്പെടുന്നത് സത്യം. ന്യായപ്രമാണം ലംഘിയായാലും നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായിരുന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ല. സ്വഭാവത്താൽ അഗ്രചർമ്മിയായാലും ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണം ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ല. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറത്തെ ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാകല്ല, ദൈവത്താൽ തന്നെ ഏൽപ്പിച്ചത്. സ്തോത്രം. 1-2 വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 26-27 വാക്യം. മക്കളെ നിങ്ങൾ ആരെങ്കിലും വായിച്ച്, സൗകര്യമാരെന്ന് വായിച്ചു. മത്തായി 15-ാം അധ്യായം 26-27 പെട്ടെന്ന് വായിച്ചോട്ടെ. തിന്നുന്നുണ്ടല്ലോ. ആര് പറഞ്ഞതാ? ആരോട് പറഞ്ഞു? യേശു കർത്താവ് കനാന്യ സ്ത്രീയോട് പറഞ്ഞു. കനാന്യ സ്ത്രീ വന്ന് തന്റെ മകൾക്ക് സുഖമില്ലെന്നും സൗഖ്യമാക്കണമെന്നും കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കാണിത്. എന്താ പറഞ്ഞേ? മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുമാറില്ല എന്താ അങ്ങനെ പറഞ്ഞു? മക്കളാരാ? യഹൂദൻ. ഈ സ്ത്രീ ആരാ? കനാന്യ സ്ത്രീയാണ്, യഹൂദ സ്ത്രീ അല്ല, വിജാതീയ സ്ത്രീയാണ്. അപ്പൊ അവരെന്താ വിളിച്ചത്? നായ്ക്കുട്ടികൾ, നായ്ക്കൾ അല്ലേ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ പറയും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 2 മുതലുള്ള വാക്യം. നായ്ക്കളെ സൂക്ഷിക്കുകയും ആകാശ വേലക്കാരെ സൂക്ഷിക്കുകയും വിച്ഛേദനക്കാരെ സൂക്ഷിക്കുകയും. ഇവിടെ വിഷയം എന്താണ്? പരിച്ഛേദന. വിഷയം പരിച്ഛേദനയാണ്. ജാതികളും യഹൂദന്മാരും തമ്മിലുള്ള വിഷയമാണ്. പരിച്ഛേദനവാദികളെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം. പരിച്ഛേദനവാദികൾ. അപ്പോൾ പരിച്ഛേദനവാദികൾ അല്ലെങ്കിൽ പരിച്ഛേദനക്കാർ മറ്റുള്ളവരെ വിളിക്കുന്ന ആ പേര് അപ്പോസ്തലൻ അവരെ എന്ത് ചെയ്യാം? വിളിക്കുക. എന്താണ്? നായ്ക്കളെ. നായ്ക്കളെ തൊഴിലെന്ന് പറഞ്ഞാൽ ഗേറ്റിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ബോർഡാണോ? അല്ലെന്നേ. അപ്പൊ ഈ യഹൂദന്മാർ മറ്റ് ജാതികളെ വിളിക്കുന്ന ഒരു പേരാണെന്ത്? പുറജാതി നായ്ക്കൾ എന്ന് പറയുന്നത്. പുറജാതി നായ്ക്കൾ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നായ്ക്കൾ
പരിച്ഛേദന ഏൽക്കാറില്ലല്ലോ. നായ്ക്കൾക്ക് ആരും അഗ്രചർമ്മ ഛേദനം നടത്താറില്ല, സർക്കംസിഷൻ ചെയ്യാറില്ല. അപ്പം അതുകൊണ്ടാണ് അവർ ആ പേരിട്ട് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരീരത്തിൽ ദൈവികമായൊരു ചിഹ്നം, ഒരു അടയാളം വഹിക്കുന്നവരാണ്, ഞങ്ങളിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹീത ജാതിയാണ് ഞങ്ങൾ എന്നുള്ള ധാരണയാണ് അവർക്കുള്ളത്. ആർക്ക്? യഹൂദന്മാർക്കുള്ളത്. അപ്പൊ ആ ധാരണയെ മാറ്റിക്കൊടുക്കുന്നതാണ് 25 മുതലുള്ള വാക്യങ്ങൾ. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. ഈ പരിച്ഛേദന ഏൽക്കുന്നത് കൊണ്ട് എത്രാമത്തെ ദിവസം ഈ ആൺകുഞ്ഞുങ്ങളൊക്കെ ആണല്ലോ പരിച്ഛേദന ചെയ്യുന്നത്. എത്രാം ദിവസമാണ് ചെയ്യുന്നത്? 8ാം നാൾ. അതവിടെ പറയുന്നുണ്ട് ഈ പ്രകടനം 3-ാം അധ്യായത്തിൽ, അല്ലേ? 8ാം നാൾ പരിച്ഛേദനയേറ്റ്. അപ്പം 8ാം നാളിൽ ഒരു കുഞ്ഞിനെ പരിച്ഛേദന ഏൽക്കുമ്പോൾ ആ കുഞ്ഞ് വിശുദ്ധനായി തീരുകയാണോ? ഗലാത്യലേഖനം 5:3 വായിച്ചേ. ഗലാത്യലേഖനം 5 അധ്യായം 3-ാം വാക്യം. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ, അനുസരിപ്പാൻ കടംപെട്ടവനാണ്. ന്യായപ്രമാണം അനുസരിക്കുവാൻ ഞാൻ കടംപെട്ടവനാണ്, ഞാൻ ന്യായപ്രമാണത്തിന് വിധേയനാണ്, അധീനനാണ് എന്നതാണ് ഈ പരിച്ഛേദന കൊണ്ട് അർത്ഥമുള്ളൂ. അല്ലാതെ പരിച്ഛേദന ഏറ്റതുകൊണ്ട് നീ ആരാവുന്നില്ല, വിശുദ്ധനാവുന്നില്ല, പാപരഹിതനാകുന്നില്ല. അതാണ് പരിച്ഛേദനയ്ക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്തോളാം, ന്യായപ്രമാണം അനുസരിച്ചു കൊള്ളാം, അത്രേ ഉള്ളൂ. അപ്പൊ പരിച്ഛേദന ഏറ്റ ഒരാൾ ന്യായപ്രമാണം അനുസരിക്കുന്നില്ലെങ്കിലോ 25-ാം വാക്യം പറയുന്നത് കേട്ടോ, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ള സത്യം. ന്യായപ്രമാണം ലംഘി ആയാലോ നിന്റെ പരിച്ഛേദന പരിച്ഛേദന ഏൽക്കാത്തതിന് തുല്യമാണ്. അത് അഗ്രചർമ്മം ഉള്ളതുപോലെയാണ്. ഇനി നേരെ തിരിച്ച് 26-ാം വാക്യം. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ, അതായത് പരിച്ഛേദന അഗ്രചർമ്മി ആരാ? ജാതികൾ. പരിച്ഛേദന ഏൽക്കാത്തവർ. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് അവൻ പരിച്ഛേദന ഏറ്റില്ല കേട്ടോ, അതുകൊണ്ട് നീ ശരിയല്ല എന്ന് ദൈവം പറയുമോ? ഇല്ല. ന്യായപ്രമാണത്തിലുള്ളത് അവൻ അനുസരിച്ചതിനാൽ അവന്റെ അഗ്രചർമ്മത്തെ ദൈവം എന്തായി കണക്കാക്കും? പരിച്ഛേദനയായി എണ്ണുകയില്ലയോ? സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായി നിന്നെ അവൻ ആര് വിധിക്കും? ദൈവമല്ല, ജാതികൾ. എന്തുള്ളവന്? 2 കാര്യം പറഞ്ഞിട്ടുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. 27-ാം വാക്യത്തിൽ അഗ്രചർമ്മിയായവൻ, അതായത് ജാതികളിൽ നിന്നുള്ളവൻ അക്ഷരവും പരിച്ഛേദനയുമുള്ള നിന്നെ, ന്യായപ്രമാണ ലംഘിയായ നിന്നെ എന്ത് ചെയ്യും? അവൻ വിധിക്കും. നിനക്ക് എന്തൊക്കെയുണ്ട്? അക്ഷരവും പരിച്ഛേദനയും. അക്ഷരം എന്ന് പറയുന്നത് എന്താ? ന്യായപ്രമാണത്തിൽ പറയുന്നത് മറ്റൊരു ഒരു പദപ്രയോഗമാണ്, സിനോണിമാണ്. എന്ത്? അക്ഷരം. അത് 2 Corinthians 3-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്ന. അക്ഷരം ന്യായപ്രമാണത്തെ കുറിച്ചാണ്. അപ്പൊ നിനക്ക് ന്യായപ്രമാണം ഉണ്ട്, പിന്നെ പരിച്ഛേദനയുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തെ ലംഘിക്കുന്നു. അപ്പോൾ അവൻ നിന്നെ എന്ത് ചെയ്യും? വിധിക്കും. വിധിക്കില്ലേ? സുചേതൻ പറയാനുള്ള വീടുകളിലേക്ക് ചെല്ലുമ്പം എന്ത് പറയും? ആദ്യം പോയി നിങ്ങൾ അവരെ നന്നാക്കും. ഇന്ന ആള് നിങ്ങളുടെ സഭയില് ഉള്ള ആളല്ലേ, ഇല്ലേ? പറയില്ലേ? അതാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന ആള് നിങ്ങളുടെ സഭയിൽ ആളെ പോയി ആദ്യം നന്നാക്കിയിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറയും. ആര് പറയും? അഗ്രചർമ്മിയായവൻ. അതവിടെ നമുക്ക് ഇങ്ങനെ സ്നാനപ്പെടാത്തവൻ, കർത്തൃമേശ എടുക്കാത്തവൻ, ദൈവസഭയിൽ ഇല്ലാത്തവൻ, വിജാതീയനായൊരുവൻ, ഒരു വിശ്വാസി എന്ത് ചെയ്യും? ഇതൊക്കെ ഉള്ളവനെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്, സ്നാനപ്പെട്ടു എന്ന് പറയുന്ന, കർത്തൃമേശ എടുക്കുന്നവനെ എന്ത് ചെയ്യും? വിധിക്കും.
നമ്മൾ വിരിക്കുന്നവനെ കുറ്റം പറയും. കുറ്റം പറയണ്ട, കാര്യമുണ്ടോ? ഇല്ല. ഇനി 28, 29. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഈ വചനം നിവൃത്തിയായി. കൊലോസ്യലേഖനം 2-ാം അധ്യായം ഇതെന്നെടുക്കാം. കൊലോസ്യലേഖനം 2-ാം അധ്യായം. ആരാ ശരിക്കുള്ള യഹൂദൻ? ആരാ ശരിക്കുള്ള യഹൂദൻ? അല്ല, ഇവിടുത്തെ വാക്യം അനുസരിച്ച് അകമേ യഹൂദൻ, പരിച്ഛേദനയേറ്റവനാണ് ആര്? യഹൂദൻ അല്ലെ. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്ര യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ പുകഴ്ച ലഭിക്കും. കൊലോസ്യലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. 11-ാം വാക്യം. 11. കൈകൊണ്ടല്ലാത്ത കണ്ടു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ, അങ്ങനെ ഒരു പരിച്ഛേദന ഉണ്ട് കേട്ടോ. ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. യേശു ക്രിസ്തുവിൽ കൂടെ ആ പരിച്ഛേദന ലഭിച്ചു. ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞ ഒരു ആത്മീക പരിച്ഛേദന, ഉള്ളിലകത്ത് ഒരു പരിച്ഛേദന ലഭിച്ചു. അവന് എന്ത് ലഭിക്കുമെന്ന പറഞ്ഞേ? 29-ാം വാക്യത്തില് അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ. ആരെ പുകഴ്ത്തണ്ടേ? ആരാണ് പുകഴ്ത്തണ്ടേ? അല്ല, അവന് ദൈവത്താൽ എന്ത് കിട്ടും? പുകഴ്ച ലഭിക്കും. ഇവിടെ നമ്മൾ സാധാരണ പുകഴ്ച, ഞാൻ വചനം പഠിപ്പിക്കുന്നു, പറയാം അതോ വചനം പഠിപ്പിക്കുന്നതാണ്, എത്ര നന്നായിട്ടാണ് വചനം പഠിപ്പിക്കുന്നു. ന്യായപ്രമാണ പ്രഘോഷകരെ അല്ല പുകഴ്ത്തേണ്ടത്, പിന്നെ ന്യായപ്രമാണം അനുസരിക്കുന്നവരെയാണ്. എത്ര വലിയ ആളാണെങ്കിലും, എത്ര ധനികനാണെങ്കിലും, എത്ര വിദ്യാസമ്പന്നനാണെങ്കിലും, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ന്യായപ്രമാണ ലംഘിയാണെങ്കിൽ, അഥവാ ദൈവവചനത്തെയോ ദൈവസഭയെയോ ക്രിസ്തുവിന്റെ പ്രമാണങ്ങൾക്കോ ശരിയായ വില കൽപ്പിക്കുകയോ അതിനുവേണ്ടി ജീവിക്കാനായിട്ട് ആഗ്രഹമോ അഭിലാഷമോ ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയല്ല ഇതിന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന പരമദരിദ്രനായ, എന്നാൽ സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, വചനത്തിന് വേണ്ടി ഏത് കഷ്ടവും നഷ്ടവും സഹിച്ച് ആ വചനം അനുസരിക്കുവാൻ തന്റെ ജീവിതം കൊണ്ട് പരിശ്രമിക്കുന്നവനെ വേണം ചെയ്യാൻ, പുകഴ്ത്താൻ, അല്ലെങ്കിൽ ആദരിക്കാൻ, ബഹുമാനം കൊടുക്കുവാനായിട്ട്. അങ്ങനെയുള്ളവരെ ആര് ബഹുമാനിക്കുന്നേ? നമ്മളോ? ദൈവം ബഹുമാനിക്കുന്നവരെ വേണം നമ്മളെന്ത് ചെയ്യാൻ. അത് കുറിച്ച് വെച്ചു. ദൈവം ബഹുമാനിക്കും. 139 നഗരത്തിനൊരു വാക്യമുണ്ട്, ദൈവമേ നീ വെറുക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ. നീ വെറുക്കുന്നവരെ ഞാൻ വേണ്ടാതിനെ കാണിച്ച് നടക്കുന്ന ആളുകളുടെ തോളത്ത് കൈയിടരുത്. അടി വരും. അതേസമയം ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ദൈവസഭയെയും ദൈവവചനത്തിനും എല്ലാം പ്രഥമ സ്ഥാനം കൊടുത്ത് അതിനുവേണ്ടി ജീവിതത്തെ ഉരിഞ്ഞു വെച്ചവരെ, ദേവദാസന്മാരെ കുറിച്ചല്ല പറയുന്നത്, അതാരായാലും അവരെത്ര പാവപ്പെട്ടവരാണെങ്കിലും അവരെന്ത് ചെയ്യണം? ബഹുമാനിക്കണം, ആദരിക്കണം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പുകഴ്ചയായതിന് അധികം മാനം കൊടുത്ത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ഈ വചന പഠനം മൂലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2-ാം അധ്യായം ആവർത്തിച്ച് വായിക്കുക, 3-ാം അധ്യായവും ആവർത്തിച്ച് വായിച്ച് കടന്നു വരിക. കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവ് വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുന്നു.